അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, ഞാൻ കുറച്ച് മുന്നേ എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം, അതുകൊണ്ട് കുറച്ച് ഫുഡ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനൊക്കെ ശേഷം ഒന്ന് മീറ്റ് ചെയ്യാൻ പുറത്ത് വെച്ചിട്ടെന്ന് തീരുമാനിച്ച്. അപ്പോൾ അങ്ങനെ റെഡി ആയിട്ട് ഞാൻ ടൗണിലെത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് ഇനി ഒരു ബസ് വിളിച്ചിട്ട് പോകണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫൈനലി അവൾ എത്തിയിട്ടുണ്ട്, അവളെ ഹസ്ബൻഡിൻ്റെ ഒപ്പം. അപ്പോൾ അങ്ങനെ അവളുടെ മോളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കൂടെ ബസ്സൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. അവസാനം ബസ്സൊക്കെ വന്ന് ബസ്സിൽ ഞങ്ങൾ പോയി. അപ്പോൾ വൈക്കുന്ന വേറൊരു ഫ്രണ്ടും കൂടെ ബസ്സിൽ കയറും. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ബസ്സിൽ പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന് ഒരുപാട് സംസാരം തുടങ്ങിയാൽ പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ എത്തിയിട്ട് കുറച്ചധികം നടക്കാനുണ്ട്. ഞങ്ങൾ മലപ്പുറത്ത് ശാന്തിതീരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് മീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ മലപ്പുറം ടൗണിൽ ഇറങ്ങിയിട്ട് കുറേ അങ്ങ് നടക്കാനുണ്ട്. അപ്പോൾ അവിടെ കോടതി ആ വഴിയിൽ കൂടെയൊക്കെയാണ് പോകാനുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ശാന്തിതീരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്ത് കയറി. പിന്നെ ഞങ്ങളവിടെ ചെന്നപ്പോൾ കൂടുതലും കപ്പിൾസാണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ഞങ്ങളൊരു ടീമും വേറൊരു ടീമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളൊരു ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇരുന്നിട്ട് ഞങ്ങളങ്ങനെ ഒരുപാട് സംസാരിച്ചിരുന്നു. സ്കൂൾ കാലത്ത് തന്നെ സ്കൂൾ വിട്ടാൽ തീരാത്ത സംസാരമാണ്. പിന്നെ ഉണ്ടോ 6-7 മാസം കൂടുമ്പോൾ കാണുന്ന ഞങ്ങൾക്ക് എല്ലാവരുടെ കാര്യം അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ മക്കൾ അതിൻ്റെ ഇടയിൽ കച്ചറാക്കിയിട്ട് അവർക്ക് ഓരോ ലോലിപോപ്പും വാങ്ങിയിട്ട് അവിടെ സെറ്റാക്കി ഇരുത്തി. പിന്നെ ഞങ്ങൾ കുറച്ച് താഴേക്കൊക്കെ ഞാൻ ഇറങ്ങി, അവർ മേലെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരുപാട് താഴോട്ട് ഇറങ്ങാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ഇറങ്ങുന്നില്ല വെറുതെ മക്കളായിട്ടെന്ന് പറഞ്ഞിട്ട് അവരവിടെ മേലെ നിന്ന്. അപ്പോൾ ഞാൻ അവിടെ താഴേക്ക് പോയി കണ്ട ഒരു പുഴയൊക്കെ ഉണ്ട്, നല്ലൊരു പ്ലേസാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ തന്നെ ചൂസ് ചെയ്ത് നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം ഭയങ്കര പീസ്ഫുള്ളാണ്. ഒരു ആളെ ഒച്ചപ്പാടോ കാര്യങ്ങളൊന്നുമില്ല. ആദ്യം കരുതിയുന്നത് കോട്ടക്കുന്നിൽ മീറ്റ് ചെയ്യാമെന്നായിരുന്നു. ഒരുപാട് കെയറും വേണം, ആൾത്തിരക്കും കാര്യങ്ങളായിട്ട് ഞങ്ങൾക്കൊന്നും മര്യാദയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് നല്ല ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മലപ്പുറം ടൗണിലേക്ക് പിന്നെ ഒരു ഓട്ടോ വിളിച്ചാണ് പോയത്. കാരണം ഇത്ര ദൂരം പോകുമ്പോൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ഓട്ടോക്ക് പോകുന്നു. പിന്നെ അവിടുന്ന് ഒരു കൂൾബാർ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെയും സംസാരം തീരുമില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഫുഡ് വന്നു. ഷവർമയും പിന്നെ 2 ലേമും പിന്നെ സപ്പോർട്ടറിലുണ്ടല്ലോ നമ്മളെ ചിക്കു ജ്യൂസും ഓർഡർ ചെയ്തിരുന്നു. എനിക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. മോള് കുറച്ചുകൂടെ കഴിക്കണമല്ല. അപ്പോൾ എനിക്കെന്തോ ഓളില്ലാതെ ഞാൻ ഫുഡ് ഇങ്ങനത്തെ കഴിക്കാനൊക്കെ പോരുമ്പോൾ എന്തോ പോലെയാണ്. കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് തോന്നി. എന്തോ ഓൾ ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് മോളെ കൊണ്ടുവന്നുകൂടെ ഇരുന്നോ, കാണാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകിയിട്ട് ഞങ്ങൾ ഒരു മിറർ സെൽഫിയൊക്കെ പാസ്സാക്കി. ഫോട്ടോ അതാണല്ലോ മുഖ്യം. അപ്പോൾ അങ്ങനെ മുൻകൂട്ടി ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു പാർക്കിൽ നിന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ വിട പറഞ്ഞിട്ട് പോന്നു. എൻ്റെ കൂടെ ബസ്സിൽ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വേറൊരു ഫ്രണ്ട് വേറെ ബസ്സിലാണ് പോയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടൗണിലെത്തിയപ്പോൾ ഏകദേശം ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങാൻ കരുതിയിട്ട് ഫ്രൂട്ട്സും കടയിലൊക്കെ കയറി തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്